ഹായ് ഫ്രണ്ട്സ്, നല്ല ബ്രൗണി കഴിക്കാൻ ഇനി പുറത്തൊന്നും പോകണ്ട കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ഒരു ബ്രൗണി തയ്യാറാക്കിയെടുക്കാം. വായിൽ വച്ചാലുണ്ടല്ലോ പിന്നെ നമുക്ക് നിർത്താൻ തോന്നില്ല കേട്ടോ, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. പിന്നെ നമ്മളെടുക്കുന്നത് 100 ഗ്രാം ബട്ടറാണ്. ഇത് അൺസാൾട്ടഡ് ആണ് കേട്ടോ നമ്മളെടുക്കുന്നത്. ബട്ടർ റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ബ്രൗണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ബട്ടറല്ലേ, ഒട്ടും വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ആ ഒരു ബട്ടർ പേപ്പറിലുള്ള ബട്ടർ ബാക്കി എല്ലാം നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഗ്ലാസിൻ്റെ ഒരു ട്രേയിലാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് ഈ ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അലുമിനിയത്തിൻ്റെ ട്രേ ഒക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക തന്നെ വേണം. ഗ്ലാസിൻ്റെ ആകുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി. പിന്നെ വേണ്ടത് ചോക്ലേറ്റ് ആണ് കേട്ടോ. ചോക്ലേറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് തീരണേന്ന് അറിയില്ല. അപ്പോൾ ഇതാ 200 ഗ്രാം ചോക്ലേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കിത് ഒന്ന് മെൽറ്റാക്കി എടുക്കാനുള്ളതാണ്. നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ അല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടറിലേക്ക് 200 ഗ്രാം ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവനിലാട്ടോ വയ്ക്കുന്നത്. നമുക്കിതൊരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുക്കാം കേട്ടോ. 30 സെക്കൻഡ് വച്ചിട്ട് ആയില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 സെക്കൻഡും കൂടെ വച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ബൗൾ വെച്ചിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് മെൽറ്റായിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മെൽറ്റായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊന്ന് വച്ചിട്ട് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കട്ടകളെല്ലാം ഇല്ലാതെ നന്നായിട്ട് നമ്മളിതുപോലെ ബട്ടറും ആ ഒരു ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 മുട്ടയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം. ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതിനു മുമ്പ് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യില്ലേ, അതുപോലെയൊന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു എഗ്ഗ് ഒന്ന് അതുമായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ദാ ഇങ്ങനൊരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. വളരെ ഈസിയാണ്. ഒരുപാട് പാത്രങ്ങളൊന്നും മാറ്റി മാറ്റി വെക്കേണ്ട. കേക്ക് ഉണ്ടാക്കണ ബുദ്ധിമുട്ടും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് പൊടിച്ച് നമുക്ക് കിട്ടുമ്പോൾ 1.25 കപ്പ് അളവ് ഉണ്ടാവും. നല്ല മധുരം ഇഷ്ടമുള്ളവർ മാത്രം ഈ ഒരു അളവിലെടുത്താൽ മതി. മധുരം ഇത്തിരി കുറവ് മതി എന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് കിട്ടും. 1 കപ്പ് അളവിൽ പഞ്ചസാര എടുത്ത് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും അതുപോലെ മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടാവുന്ന തരത്തിലുള്ളൊരു മധുരമായിട്ട് കിട്ടുക. അപ്പോൾ അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചെടുത്തോളൂ. പിന്നെ നമ്മൾ നന്നായിട്ട് ഈ ഒരു മിക്സ് ബ്ലെൻഡായിട്ട് കിട്ടണം. അതായത് ഈ ഒരു പഞ്ചസാര ഈ മിക്സിൽ നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കൂടുതൽ പൊടിച്ച് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ മൈദയും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നേരത്തെ അരിച്ചെടുത്ത് വച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അതുപോലെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മിക്സായി വരുമ്പോഴേക്കും ഇതുപോലൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ബ്രൗണിക്ക് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അധികം തിക്കുമല്ല എന്നാൽ ലൂസും അല്ല കേട്ടോ. ആ ഒരു രീതിക്കാണ് കേട്ടോ കിട്ടുക. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുമ്പ് പലതരത്തിൽ ബ്രൗണി ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രുചിയിൽ ഇതിനു മുമ്പ് നമുക്ക് ബ്രൗണി ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ്
ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു 250 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ചോക്കോ ചിപ്സ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ചോക്കോ ചിപ്സിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഈ ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി 170 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ നമുക്കിതൊരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് കറക്റ്റ് ടൈമാണ് കേട്ടോ. ചിലപ്പോൾ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഒരു ടൈമിൽ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ നോർമൽ ഇതാണ് ഒരു കറക്റ്റ് ടൈം വരുന്നത്. നമുക്കിത് കേക്കൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടൊക്കെ ചെയ്യില്ലേ, ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ചെയ്യണ മാതിരി അലുമിനിയം പാത്രത്തിലൊക്കെ ഇറക്കി വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ടും കൂടുതലും ഞാൻ അവൻ തന്നെയാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ കൃത്യം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രൗണി നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. മുകളിൽ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു ബ്രൗണിയുടെ കറക്റ്റ് ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് കുറച്ച് സമയം വേണം, ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം മോൾ ഭാഗത്ത് കുറച്ചൊരു തിക്നെസ്സും അതുപോലെ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെല്ലുന്തോറും നല്ല സോഫ്റ്റുമാണ്. കാണുമ്പോൾ തന്നെ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതെങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ ഒന്ന് നോക്കണ്ടേ. അപ്പോൾ ബ്രൗണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കും അതുപോലെ ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റിൻ്റെ മുകളിൽ കൂടെ എത്ര ചോക്ലേറ്റ് ഇട്ടാലും പ്രത്യേകം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കണ്ടോ, നല്ല ടെക്സ്ചറാണ് കേട്ടോ. ശരിക്കും ആ ഒരു ബ്രൗണി എങ്ങനെയാണോ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറാണ്. കട്ട് ചെയ്തപ്പോൾ ചെറിയൊരു ഷേപ്പിൽ വ്യത്യാസമൊക്കെ വന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും, അത്ര ടേസ്റ്റാണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ.